2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്നതിന് ഭാഗമായിട്ട് GST പോർട്ടലിൽ പല ഫോമുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെഗുലർ ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഡീലേഴ്സ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കീം ചേഞ്ച് ചെയ്യണം, സ്കീം ഓപ്റ്റ് ചെയ്യാനും ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ GST പോർട്ടലിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിലവിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്കീം വേണ്ട, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണം, റെഗുലറിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ സ്കീം ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ റെഗുലർ സ്കീമിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്കീം വിഡ്രോ ചെയ്തിട്ട് കോമ്പോസിഷൻ സ്കീമായിട്ട് ചേഞ്ച് ചെയ്യാനും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് അതിലൂടെ ബിസിനസ് ചെയ്യാനും സാധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് സ്കീം എടുത്ത് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത്? റെഗുലർ സ്കീമാണോ അതോ കോമ്പോസിഷൻ ആണോ? അത് ഓൾറെഡി GST രജിസ്ട്രേഷൻ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരും ചോദിക്കാറുണ്ട്, പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോമ്പോസിഷൻ സ്കീം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കോമ്പോസിഷൻ സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ നേച്ചർ ഓഫ് ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുള്ളത്. സോ എന്താണ് കോമ്പോസിഷൻ സ്കീം? ആർക്കൊക്കെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം? കോമ്പോസിഷൻ സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കോമ്പോസിഷൻ സ്കീമിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഒരു റെഗുലർ ടാക്സ് പെയർ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഒരാളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം ഈ സ്കീമുകൾ എങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യുന്നതും ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതും നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത്, കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് ഓപ്ഷണൽ സ്കീം മാത്രമാണ്. GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, കമ്പൽസറി ഒന്നുമില്ല. അതൊരു ഓപ്ഷണൽ സ്കീമാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇനി എന്തിനു വേണ്ടിയാണ് ഈ കോമ്പോസിഷൻ സ്കീം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകാർക്ക്, ചെറുകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന കോമ്പോസിഷൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ടാക്സ് കംപ്ലയൻസസ് മാക്സിമം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു റെഗുലർ ടാക്സ് പെയറെ സംബന്ധിച്ച് ഒരു മാസം 2 റിട്ടേൺ വെച്ച് ഫയൽ ചെയ്യണം, അല്ലേ? ഒന്ന് GSTR1, മറ്റൊന്ന് GSTR3. ഒരു മാസം 2 റിട്ടേൺ വെച്ച് ഒരു വർഷത്തിൽ 24 റിട്ടേൺസ് ആണ് ആനുവൽ റിട്ടേൺ കൂടാതെ അവർക്ക് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അതേസമയം കോമ്പോസിഷൻ സ്കീം ആണെന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ക്വാർട്ടർലി ആണ്. ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ രണ്ടാമത്തെ ക്വാർട്ടർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മൂന്നാമത്തെ ക്വാർട്ടർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് നാലാമത്തെ ക്വാർട്ടർ. അങ്ങനെ ഒരു വർഷത്തിൽ 4 റിട്ടേൺസ് മാത്രമാണ് ആനുവൽ റിട്ടേൺസ് കൂടാതെ ഒരു കോമ്പോസിഷൻ ഡീലർക്ക് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടാക്സ് കംപ്ലയൻസസ് മാക്സിമം കുറവാണെന്നുള്ളതാണ്. ഇനി ആർക്കൊക്കെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1.5 കോടിക്ക് താഴെ മാത്രം അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ഗുഡ്സ് ഡീൽ ചെയ്യുന്നൊരു ഡീലർക്കും 50 ലക്ഷത്തിൽ 50 ലാക്സിന് താഴെ മാത്രം അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള സർവീസ് പ്രൊവൈഡർക്കും മാത്രമേ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലിമിറ്റുകൾക്ക് മുകളിൽ പറ്റില്ല. ഇനി കോമ്പോസിഷൻ സ്കീമിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലാദ്യം ടാക്സ് കംപ്ലയൻസസ് മാക്സിമം കുറവാണെന്നുള്ളതാണ്. മിനിമം കംപ്ലയൻസ് ഓഫ് GST റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമുക്കറിയാം, 3 മാസം കൂടുമ്പോഴാണ് ഇവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നത്, അല്ലേ? അപ്പോൾ 4 റിട്ടേൺസ് മാത്രമാണ് ആനുവൽ റിട്ടേൺ കൂടാതെ ഫയൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ടാക്സ് കംപ്ലയൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം റെക്കോർഡ്സ് ഒന്നും അവർക്ക് അവിടെ കീപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ലോവർ ടാക്സ് റേറ്റ്സ്. ടാക്സ് റേറ്റ് വളരെ കുറവാണ്. മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനും 1% മാത്രമാണ് ടാക്സ് റേറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റ് സർവീസിന് 5% ടാക്സ് റേറ്റ് വരുന്നത്, ആൽക്കഹോൾ സപ്ലൈ ഇല്ലാത്ത റെസ്റ്റോറൻറ്റ് സർവീസിന്. ഇനി മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനാണെങ്കിലോ 6% ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ 1% മുതൽ 6% വരെ മാത്രമാണ് ഈ കൂട്ടർക്ക് ടാക്സ് റേറ്റ് വരുന്നുള്ളൂ. നമുക്കറിയാം, റെഗുലർ സ്കീമിൽ 5%, 12%, 18% ആൻഡ് 28%, 5 മുതൽ 28% വരെ ടാക്സ് റേറ്റ് നിൽക്കുമ്പോൾ കോമ്പോസിഷൻ സ്കീമുകാരെ സംബന്ധിച്ച് 1% മുതൽ 6% വരെ മാത്രമാണ് ടാക്സ് റേറ്റ് വരുന്നത്. ഇനി ഇവരുടെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇവരുടെ ഡിസഡ്വാൻറ്റേജിൽ ആദ്യം ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്സാണ്. സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാം, ചെറുകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ് ഈ കോമ്പോസിഷൻ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ അവർക്ക് അനുവദനീയമല്ല. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ചെയ്യാം, സ്റ്റേറ്റിന് പുറത്ത് സാധനം വാങ്ങാം, പക്ഷേ സ്റ്റേറ്റിന് പുറത്തേക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് B2B ട്രാൻസാക്ഷനുള്ള എലിജിബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇവർ ടാക്സ് ഇൻവോയ്സ് അല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്, മറിച്ച് ബിൽ ഓഫ് സപ്ലൈ എന്ന പേരിൽ വേണം ഇവർ സപ്ലൈ ചെയ്യാനായിട്ട്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ITC ക്ലെയിം ചെയ്യാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത്.
നമുക്കറിയാം നോർമലി നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ ടാക്സും കൂടി കൊടുത്തിട്ടാണ് ആ സാധനം വാങ്ങുന്നത് അല്ലേ. ഇപ്പോൾ റെഗുലർ സ്കീമിൽ ഇങ്ങനെ കൊടുക്കുന്ന ടാക്സ് GST ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ITC എന്ന് പറയുന്നത്. എന്നാൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ITC ക്ലെയിം ചെയ്യാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാനും പാടില്ല എന്നുള്ളത്. നിങ്ങളൊരു സാധനം കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നിന്നും ടാക്സ് കളക്ട് ചെയ്യാറുണ്ട്. അതിനാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല, കസ്റ്റമേഴ്സിൻ്റെ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ വേണം ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ? ഓരോ ക്വാർട്ടറിലും റിട്ടേൺ ഫയൽ ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ഈ ടാക്സ് അടയ്ക്കേണ്ടത് സ്വന്തം പോക്കറ്റിൽ നിന്നാണ്, അല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ നിന്നും ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ പെനാൽറ്റി റേറ്റ് കൂടുതലായിരിക്കും. നോർമൽ സ്കീമിൽ 50 രൂപയാണെങ്കിൽ ഇവർക്ക് 100 രൂപ. ഈ പെനാൽറ്റി റേറ്റ് കൂടുതലായിരിക്കും. ഐസ്ക്രീം, ടുബാക്കോ, പാൻ മസാല തുടങ്ങിയ പ്രോഡക്റ്റുകളൊന്നും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു റെഗുലർ ടാക്സ് പെയർ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഒരാളിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ITC ക്ലെയിം കിട്ടില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അത്രയും പ്രൈസ് കുറഞ്ഞ് അല്ലെങ്കിൽ നല്ല റേറ്റിൽ കിട്ടുവാണെങ്കിലാണ് സാധാരണഗതിയിൽ ഒരു റെഗുലർ ടാക്സ് പെയർ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നും സാധനങ്ങൾ വാങ്ങാറ്. ഇനി എങ്ങനെയാണ് നിലവിലെ സ്കീമുകൾ കോമ്പോസിഷൻ ആണെങ്കിലും റെഗുലർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്റ്റ് ചെയ്യാനും ഓപ്റ്റ് ഔട്ട് ചെയ്യാനും സാധിക്കുന്നത് നമുക്ക് പോർട്ടലിൽ കയറി നോക്കാം. GST പോർട്ടൽ ലോഗിൻ ചെയ്യാം. GST പോർട്ടൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ സർവീസസ് കാണാം. സർവീസസിൽ രജിസ്ട്രേഷൻ കാണാം. ഈ രജിസ്ട്രേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ ലെവി, ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നിലവിൽ GSTയിൽ റെഗുലർ ടാക്സ് പെയർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരാൾക്ക് അത് മാറി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ടു ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ ലെവി ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 31 മാർച്ചിനുള്ളിൽ ഇത് അപ്ലൈ ചെയ്യണം. ഇനി നിലവിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റെഗുലറിൻ്റെ ബെനിഫിറ്റ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് റെഗുലർ സ്കീമിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ആപ്ലിക്കേഷൻ ഫോർ വിഡ്രോവൽ ഫ്രം കോമ്പോസിഷൻ ലെവി. അപ്പോൾ കോമ്പോസിഷൻ ലെവിയിലാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. അത് വിഡ്രോ ചെയ്തുകൊണ്ട് റെഗുലർ സ്കീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു അഡീഷണൽ ആയിട്ട് ഒരു ITC 03 എന്ന ഫോം കൂടി ഫയൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെ നിലവിലെ സ്കീമുകൾ ഓപ്റ്റ് ചെയ്യാനും ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻ ഫോം GST പോർട്ടലിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ അനുസരിച്ച് ഓരോ സ്കീമിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓരോ സ്കീമുകൾ ഓപ്റ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.